അങ്ങനെ ഞാൻ കടപ്പുറത്ത് വന്നിട്ട് വെറും കൈയ്യടെ പോകാൻ പറ്റില്ല. നല്ല കിടിലം പിടയ്ക്കണം നത്തോലി. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ മണം അടിക്കും. ശരിയായില്ല, നല്ല ചേട്ടൻ പറഞ്ഞിട്ട് പോകണം ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് പോകണം. വീഡിയോ എടുത്താൽ ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണെന്ന് വന്നിരിക്കുന്നത്, കൂടെ വേറെ ആരും ഇല്ല. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് രാവിലെ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ചെറിയൊരു ആഗ്രഹം, വിഴിഞ്ഞം കടപ്പുറം ഒന്ന് കാണണമെന്ന്. അതിന് ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് പോവുക. ചെറിയ വിലയ്ക്ക് വല്ല മീനും എല്ലാം കിട്ടുകയാണെങ്കിൽ വീട്ടാവശ്യത്തിന് മീനും കൂടി വാങ്ങണം, അതും കൂടെ ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ അവിടെ കടൽക്കരയെന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഒരു ചേട്ടമുണ്ട്, ഫേമസ് ആണ്, ഏകദേശം സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പുള്ളി എനിക്ക് ഞാൻ 1-2 തവണയൊക്കെ അവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ പുള്ളിയൊന്ന് നേരിൽ കാണുകയാണെങ്കിൽ പുള്ളിയെ ഒന്ന് പരിചയപ്പെടണം, അങ്ങനെ 1-2 ആഗ്രഹങ്ങളുണ്ട്. ഞാനങ്ങനെ വിഴിഞ്ഞം കടപ്പുറത്തൊന്നും ചേട്ടാ, ജനസാഗരം. ഇവിടെ നോക്കുന്നത് നമ്മൾ കടൽക്കരയെന്ന ചാനലില്ലേ, ആ ചേട്ടനെയാണ് ഇവിടെ നോക്കുന്നത്, ആ ബോയാണ് നോക്കുന്നത്. ഇവിടെയൊന്നും കാണാനില്ല, നല്ല തിരക്കുണ്ട്. എന്താ മീൻ വാങ്ങാൻ വേണ്ടി, മീൻ ലേലം ചെയ്തെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. രാവിലെ ഒരു 6-7 മണി 8 മണിക്കൊക്കെ വന്നിരുന്ന നല്ല വില സഹായത്തിന് മീൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ 10 പേര് ചേർന്ന് 2000 രൂപയ്ക്ക് നത്തോലി ലേലം ചെയ്ത് വാങ്ങി. അത് നമുക്ക് നേരിട്ട് വാങ്ങാൻ പറ്റില്ല, ഇവിടെ കച്ചവടക്കാരുണ്ട്, കച്ചവടക്കാരാണ് ലേലം ചെയ്ത് വാങ്ങുന്നത്. അതിന് 200 രൂപ വെച്ച് ഒരു ലോഡ് നത്തോലി ഉണ്ട് കേട്ടോ. നല്ല പച്ച നത്തോലി കാണിച്ചു തരാം. നല്ല പച്ച നത്തോലി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ 10 പേര് ചേർന്ന് 2000 രൂപയ്ക്ക് ഒരു കുട്ട മീൻ ലേലം ചെയ്തെടുത്ത്, എന്നിട്ട് അവർ തന്നെ നമുക്ക് വീതിച്ച് തരും. നമുക്ക് 10-100 രൂപ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കണം. അതാണ് ഇവിടുത്തെ വിഴിഞ്ഞത്തെ മീൻ കച്ചവടം. കാണാൻ പ്രതീക്ഷിച്ച ഒരു ചേട്ടനെ കാണാൻ പറ്റില്ല, ഒരു ബോയെ കാണാൻ പറ്റിയില്ല. കടൽക്കര എന്ന ചാനലിൻ്റെ ഒരു ബോയെ കാണാൻ പറ്റില്ല. സാധാരണ ഈ മീനും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാവും. പുള്ളി ഇവിടെ സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടുന്നതിനാ, മീനെല്ലാം കൊണ്ട് ഓട്ടോ ഓടുന്നതിനാ. പക്ഷേ പുള്ളി എന്താ ഓട്ടോ എന്തെങ്കിലും പോയിരിക്കും, ഇവിടെ കാണാനില്ല. ഞാൻ ഏകദേശം 1 മണിക്കൂർ ഇവിടെ സമയം ചിലവഴിച്ച്, എന്നിട്ട് പുള്ളിയെ കണ്ടില്ല. ഇപ്പോൾ അല്ലെങ്കിൽ സഹോദര, ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചിരുന്നു, നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടി അന്വേഷിച്ചിരുന്നു. കൂടെ വന്നൊരു ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് കാണാൻ പറ്റിയില്ല. ഞാൻ ഇനി ഒരു ദിവസം വരും. അന്ന് വരുമ്പോഴെങ്കിലും നിങ്ങളെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും വൈഫും ഫാമിലിയായിട്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മീൻ വാങ്ങാൻ വരാറുണ്ട്. മീൻ വാങ്ങാനും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് വരാറുണ്ട് ഒഴിവ് ദിവസങ്ങളിൽ. അപ്പോൾ ഇനി ഒരു ദിവസം വരുമ്പോഴേക്കും നിങ്ങളെ നേരിൽ കാണാൻ പറ്റുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞാൻ പോകുന്നു. ഓക്കെ.